ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് ജൂൺ മാസത്തിൽ ഏതെല്ലാം കൃഷികൾ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. ജൂൺ മാസമൊക്കെ ഇപ്പോൾ നല്ല മഴക്കാലമാണ്. അപ്പോൾ നമുക്കൊരു 1.5 ആഴ്ച നല്ല മഴയായിരുന്നു. സാധാരണ ജൂൺ മാസത്തിലൊക്കെ നല്ല മഴയായിരിക്കും. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് വേണം ആ സമയത്ത് ഏതെല്ലാം കൃഷികൾ ചെയ്യാം എന്നുള്ളത് നോക്കിയിട്ട് വേണം നമുക്ക് കൃഷി ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ നോക്കി ചെയ്താലാണ് നമുക്ക് നല്ല വിളവ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷിയാണ് ഇത്. കണ്ടോ, വഴുതനയാണ്. വഴുതന നമുക്ക് എല്ലാ സമയത്തും കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. കണ്ടോ, ഇത് നമ്മുടെ കുറേ ആയ വഴുതനയാണ്. അവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. നിറച്ച് വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കണ്ടോ, ഇതൊക്കെ നന്നായിട്ട് വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയൊക്കെ നന്നായിട്ട് പൂവുണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് കണ്ടോ, നിറച്ച് പൂവുണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ വഴുതനയൊക്കെ നമുക്ക് എല്ലാ സമയത്തും കൃഷി ചെയ്യാം. അതേപോലെ തന്നെ ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 3 വർഷമെങ്കിലും തുടർച്ചയായിട്ട് വിളവ് കിട്ടുന്ന ഒരു പച്ചക്കറിയാണ് കേട്ടോ. ഒരു കുറച്ച് വലുതായി കഴിയുമ്പോൾ നമുക്ക് വിളവൊക്കെ കുറഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ശിഖരങ്ങൾ വന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ വഴുതനങ്ങ വിളവെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്കിത് ഇത്രയും ദിവസം മഴയായതുകൊണ്ട് നിറച്ച് പുല്ലുമൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പുല്ലൊക്കെ പറിച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് പുതിയ കൃഷികൾ തുടങ്ങാനായിട്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷിയാണ് കേട്ടോ പയർ. ഇത് കണ്ടോ, ഇത് വള്ളിപ്പയറാണ്. നമുക്ക് വള്ളിപ്പയറും അതേപോലെ കുറ്റിപ്പയറൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. വള്ളിപ്പയറായിരിക്കും ഏറ്റവും നല്ലത് മഴക്കാലത്ത്. വലിയ കീടബാധകളൊന്നുമില്ലാതെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ് ഈ പയറെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പയറും ഈ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റും. പിന്നെയെന്ന് വെച്ചാൽ എല്ലാ സമയത്തും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഈ ചീര. CO1 പച്ചച്ചീര. നമ്മുടെ ഈ ചീര നമ്മൾ ഒറ്റ പ്രാവശ്യം നമ്മുടെ കുടിയിൽ നമ്മുടെ പറമ്പിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും ഇതിൻ്റെ തൈകൾ പറിച്ച് നടേണ്ടി വരിക അല്ലെങ്കിൽ പാകി ഒന്നും ചെയ്യേണ്ടി വരില്ല. എല്ലാ വർഷവും അതിങ്ങനെ മുളച്ചുകൊണ്ടേയിരിക്കും. നമുക്കത് ആവശ്യം കട്ട് ചെയ്തെടുക്കാം. അത് ഒരു പ്രാവശ്യം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ശിഖരങ്ങൾ, നിറച്ച് ശിഖരങ്ങൾ വന്ന് നല്ല മരം പോലെ നിൽക്കുകയും ചെയ്യും. ഒറ്റ കട ചീര ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടാവശ്യമുള്ള ചീര നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഇതുപോലെയുള്ള പച്ചച്ചീരകളും നമുക്ക് ഈ മഴക്കാലത്ത് കൃഷി ചെയ്യാം. ജൂൺ മാസത്തിൽ കൃഷി ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് പച്ചമുളക്. ഞാൻ കുറച്ച് മുളക് പഴുപ്പിക്കാനായിട്ട് വെച്ചേക്കണം, നമുക്ക് ഉണക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ കറിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉണക്കമുളകിന് വേണ്ടിയിട്ട് ഞാനിത് ഉണക്കാൻ വേണ്ടിയിട്ട് പഴുപ്പിക്കാനായിട്ട് നിർത്തിയതാണ് കേട്ടോ ഈ ഒരു മുളക് ചെടിയിൽ. അപ്പോൾ അതേ ഇതുപോലെയുള്ള പച്ചമുളകുകൾ, അതുമാതിരി ഉണ്ടമുളക്, കാന്താരി മുളക്, ഇതെല്ലാം നമുക്ക് ഈ സമയത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും. നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് വെണ്ട നമുക്ക് മഴക്കാലത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും. ഒട്ടും കീടബാധ ഇല്ലാതെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന പച്ചക്കറിയാണ് മഴക്കാലത്ത് വെണ്ട. ഞാനിപ്പോൾ അതേ ഇവിടെ ചുമന്ന ആനക്കൊമ്പൻ വെണ്ട കൃഷി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നാടൻ വെണ്ട കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ പച്ച വെണ്ടയുണ്ട്, നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന പച്ച വെണ്ട കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെണ്ട മഴക്കാലത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. കൃഷി ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ മഴക്കാലത്ത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിന് അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്ത്, എന്നാൽ ഒത്തിരി മഴശല്യം ഇല്ലാത്ത സ്ഥലത്തൊക്കെ വെച്ച് നമുക്ക് തക്കാളി കൃഷി ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ വീട്ടാവശ്യത്തിന് കിട്ടും. നമുക്ക് നമ്മുടെ വേനൽക്കാലത്ത് നമ്മൾ കൃഷി ചെയ്യുന്നത് പോലെ അത്ര നല്ല രീതിയിൽ വളർത്താൻ പറ്റുന്ന ഒരു പച്ചക്കറിയല്ല. വളരെ സെൻസിറ്റീവായിട്ടുള്ള തണ്ടുകളുള്ള ചെടിയാണ് നമ്മുടെ തക്കാളി എന്ന് പറയുന്നത്. ഒത്തിരി മഴയത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചീഞ്ഞു പോവും. ഒത്തിരി മഴ വരുന്ന സമയത്ത് നമ്മൾ ഷെയ്ഡിലോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ച് അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഒരു സൈഡിലോട്ടൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള തക്കാളി നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ദേ കണ്ടോ, നമ്മുടെ ആവശ്യത്തിനുള്ള തക്കാളിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അടുത്തിപ്പോൾ ദേ 2 കട തക്കാളി ഉണ്ട്. ഇത് കണ്ടോ, ഈ തക്കാളിന് അത്യാവശ്യം തക്കാളി ഉണ്ടായി നിൽക്കുന്നുണ്ട്. കണ്ടോ, അപ്പോൾ തക്കാളിയും നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റും. 1-2 കടയൊക്കെ നട്ട് അല്ലെങ്കിൽ 4-5 കടയൊക്കെ നമ്മൾ മഴക്കാലത്ത് കൃഷി ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത്. നമ്മുടെ ആവശ്യത്തിനുള്ളത് മാത്രം നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കും. പിന്നെ നമുക്ക് മഴക്കാലത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് കോവൽ. കണ്ടോ, കോവൽ നമുക്ക് ഈ സമയത്ത് നല്ല രീതിയിൽ വിളവ് കിട്ടുന്ന പച്ചക്കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ കോവലൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത വീടുകളിലൊക്കെ കോവലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തണ്ട് കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കുക. അല്ലെങ്കിൽ നമുക്ക് നഴ്സറികളിലൊക്കെ മുളപ്പിച്ച തണ്ട് മുളപ്പിച്ചത് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും കവറുകളിലൊക്കെ. അത് വാങ്ങിച്ച് കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞാലും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കോവയ്ക്ക കൃഷി ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ചേനയൊക്കെ നട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതേ പരുവത്തിലായിട്ടുണ്ടാവും. ഇലയൊക്കെ വിടർന്ന് ഇങ്ങനെയായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യത്തെ വളമൊക്കെ കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. നമ്മുടെ ചേനയൊക്കെ നട്ടേക്കുന്നത് ഈ കോവലത്തിൻ്റെ പന്തലിൻ്റെ അടിയിലാണ് കേട്ടോ. അപ്പോൾ അതും നമുക്ക് ഈ സമയത്ത് വളമൊക്കെ ഇട്ട് മൂടിക്കൊടുത്ത് വളർത്താൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ അതേപോലെ ഇഞ്ചി, മഞ്ഞളൊക്കെ നമ്മുടെ മുളച്ച് വന്നിട്ട് ഉണ്ടാവും. ഇപ്പോൾ നട്ടിട്ടുണ്ടെങ്കിൽ
നേരത്തെ നമ്മൾ കഴിഞ്ഞ മാസം നട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം മുളച്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതും നമുക്ക് ഈ സമയത്ത് വളമിട്ട് മൂടി കൊടുക്കാം. പിന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്, ഇത് കണ്ടോ, പീച്ചിങ്ങയാണ്. പീച്ചിങ്ങ നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാം. അതേപോലെ തന്നെ പടവലങ്ങ, പടർന്ന് കയറുന്ന കുമ്പളം, മത്തൻ, പീച്ചിൽ, അതേപോലെ പടവലങ്ങ, എല്ലാം അങ്ങനെയുള്ള വെള്ളരി, ഇതൊക്കെ നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും പച്ചക്കറികളാണ് നമുക്ക് ഈ മഴ സമയത്ത് അല്ലെങ്കിൽ ജൂൺ മാസത്തിൽ നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന പച്ചക്കറികൾ. അപ്പോൾ നമ്മളത് നോക്കി കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വിളവ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത്യാവശ്യം പച്ചക്കറികളൊക്കെ നമുക്ക് ഈ മഴ സമയത്തും കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും നമ്മുടെ വീട്ടാവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് വീട്ടുമുറ്റത്ത് നിന്ന് തന്നെ പറിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ ജൂൺ മാസത്തിൽ കൃഷി ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്